അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വാണ്ടറിംഗ് വൈബ്സ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ വീക്കെൻഡ് വെള്ളിയാഴ്ച ആയിട്ടുണ്ടെങ്കിൽ വ്ളോഗ് എടുക്കുന്നത് രാവിലെ. നമ്മൾ ഇന്നലെ രാത്രി രാസ്തൂറ വന്നതായിരുന്നു ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് അടിപൊളിയായിട്ട് രാവിലെ പണിയിട്ട് നിൽക്കുക കേട്ടോ. നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്. നമ്മളിവിടെയാണ് ക്യാമ്പ് അടിച്ചത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വ്ളോഗ് കണ്ടോലിക്കറിയാം, നമ്മളപ്പോൾ ഹറൈൻ പിടിച്ചിട്ട് താഴത്ത് പോയിട്ടാണ് ക്യാമ്പ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്. ഷെബും കുട്ടികളൊക്കെ കടന്നുറങ്ങണം കേട്ടോ. ഇപ്രാവശ്യം മീറ്റൊന്നുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. റാഫി ഉണ്ട് ഇവിടെ തന്നെ, ബാത്റൂമും ഉണ്ട്, കുട്ടികൾക്ക് കളിക്കും ചെയ്യാം. ഇവിടെ തന്നെ ഇതാക്കണേ കടല് കടല് കടല്. രാത്രി നല്ല രസമായിരുന്നു കേട്ടോ ഇവിടെ. പക്ഷെ നല്ല കാറ്റുണ്ട് കേട്ടോ അവിടെ. നല്ല കിളികളെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിനി. കാക്കയൊക്കെ ഇരിക്കണം അവിടെ. കാക്കൻ്റെ സൗണ്ടല്ല, വേറെ കിളികളുടെ സൗണ്ട് ഇനി. ഇവിടെ നമ്മൾ ക്യാമ്പ് ചെയ്തിരുന്നത്. നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആകെ ചളി പിളിയായിരുന്നു കണ്ടോ. കണ്ടോ മഴ ഉണ്ടായതുകൊണ്ട് ആകെ ചളി പിളിയാണ്. നമ്മളിന്നലെ ഇവിടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്ത് പാത്രങ്ങളൊക്കെ അങ്ങനെ തന്നെ വെച്ചിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് വേണം വെള്ളം പറത്ത് വെച്ചിരിക്കണം. വീട്ടിൽ ചെന്നിട്ട് വേണം കഴുകാൻ. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഷെബും ഇവരൊക്കെ ഉറങ്ങാണ്. അവർ നീച്ചിട്ട് ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് വേണം പോവാൻ. അപ്പം അതിന് ഞങ്ങൾ ഇന്നലെ അവിടെ നിന്ന് കണ്ട് പോകുന്നത് മുതലുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കണ്ടുവരുമ്പോഴേക്കിന് ഷെബുവിനൊക്കെ നീച്ച് സെറ്റാവട്ടെ കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മളെ വീഡിയോസൊക്കെ അതിൽ കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ നെക്കിയിട്ട് വീഡിയോസ് കാണിട്ടോ. അപ്പൊ ഇതാ വീക്കെൻഡ് ആയി, ഞങ്ങളിതാ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിട്ടോ. അങ്ങനെ ചെരുപ്പ് കിട്ടിയിരിക്കണ്. ക്യാമ്പിങ്ങിന് വേണ്ടി ഇറങ്ങിട്ടോ. അതാക്കണ ഇന്ന് പുറത്ത് മഴയുണ്ട്. സമയം ഇതാക്കണ 4:25 ആയിഷപ്പോ. എവിടെക്കാടിന്ന് ക്യാമ്പിങ് ഡെസ്റ്റിനേഷൻ എവിടെയാണെങ്കിലും ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടില്ല. ഇവിടുന്ന് ആക്കണ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എന്തെങ്കിലും കാട്ടിങ്ങള് ഇതാട്ടോ. പുറത്ത് നല്ല മഴ ഉണ്ട് കണ്ട. ഞങ്ങൾ ഇനി റാഫിനെ എടുക്കണം. റാഫിനെ എടുത്തിട്ട് വേണം പോകാൻ. ഷെപ്പോ സെറ്റ് അല്ലേ? അതെ, 2-3 സാധനം. വെള്ളം വാങ്ങണം. പിന്നെ അതുപോലെ എന്താ ഷെപ്പോ എന്ത് അതൊക്കെ ഇവിടുന്ന് വാങ്ങി ബാക്കി എന്താന്നുള്ളത് എന്തായാലും ഞങ്ങൾ ഷോപ്പൊക്കെയാണ് പോണത്. അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എവിടെയാണ് ക്യാമ്പിങ് ഒക്കെ അവിടെ സെറ്റ് ആയിട്ടില്ല. ഷെബുട്ടിയെ ഇനി റാഫി കൂടി ഉണ്ട്. ഓക്കെ അല്ലേ? ഓള് ഹുഡിയും ഇതൊക്കെ ഇട്ടിട്ട് കോട്ട് സെറ്റ് ഒക്കെ ഇട്ടാണ് ഇറങ്ങിയേക്കാണ്. അതുവാ പൊന്നാ ഹായ് പറ. ഹായ് ബ്രോ. അതിയേ എന്തൊക്കെയാണ് ബ്രേക്ക് പിടിച്ചാൽ മുന്നിക്കട് പോകാൻ പല്ലക്കട് പോകും കേട്ടോ. പിടിച്ചിരുന്നോ? ഇവിടെ റാഫി കയറാണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ സീറ്റ് ഒഴിവാക്കി ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പൊ പോലടി ഓക്കെ. ഞങ്ങളെ വ്ളോഗ് ഞങ്ങളിന്റെ ഇരുന്ന് കാണുന്നില്ലേ ഇപ്പൊ. വീഡിയോസ് എഡിറ്റ് ചെയ്ത് ഇട്ടുകൊണ്ടില്ലാതെ ഞങ്ങളിത് കണ്ടിട്ടൊന്നുമില്ല, തിരക്കേന്. അപ്പൊ അതിന്റെ അടിയിൽ ഇപ്പൊ മാറ്റുന്നുണ്ട്. പുറത്തിങ്ങനെ മഴ ഉണ്ട്, നല്ല മഴ. രാവിലെ തുടങ്ങിയാട്ടന്ന് ഇല്ലേ, ഒരു 10-11 മണിക്ക് തുടങ്ങിയ. ഇപ്പൊ റാഫിനെ എടുക്കാൻ വേണ്ടി പോയോണ്ട് അപ്പൊ ഞങ്ങള് ഓൻ്റെ അടുത്തിട്ട് നേരെ പോണം. ഇജെന്താ റാഫ ചെയ്തിട്ട് മമ്മൂട്ടിനൊക്കെ മാറി കോട്ടൊക്കെ ഇട്ടിട്ട്. അപ്പൊ ഞങ്ങൾ റാഫിനൊക്കെ എടുത്തിട്ടോ. ഞങ്ങളെ വണ്ടിന്റെതാണ് ആലോചിച്ചിട്ടാണ് ഇത് തരുന്നത്. അപ്പൊ ഫുൾ സെറ്റപ്പിലാണ്. മഴയാണ് കണ്ടങ്ങള്. മൊത്തത്തില് ക്യാമ്പിങ് ചെയ്യാൻ പറ്റുമെന്നില്ല, എന്നാലും അറിയില്ല. പക്ഷെ ഞങ്ങള് പോകണ്ട എന്തായാലും. പയന. പക്ഷെ ഞാൻ എന്തെങ്കിലും കാലൊക്കെ ചവിട്ടി കയറാൻ വേണ്ടിട്ടേ, അതാ അതിന് വേണ്ടിട്ടാ. കുഴപ്പമില്ല, നമുക്ക് ഷെബുവിന്റെ ഡ്രസ് ഇട്ട് ചവിട്ടാ. അപ്പൊ ഇതാ ഞങ്ങൾ റാസ്റ്റൂർ എത്തിട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോ ഇവിടെ എവിടെയും ടെന്റ് ഇടാ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഷെബുവിന്റെ ഒക്കെ വണ്ടിയിലുണ്ട്. ഞാൻ റാഫി ജസ്റ്റ് സ്ഥലം നോക്കാൻ ഇറങ്ങിയതാ. ചെന്നപ്പോൾ അവിടെ ഒരു ടീം ടെന്റ് ഇട്ട് നിൽക്കുന്നുണ്ട് നല്ല രസത്തില്. ഇനി ടെന്റൊക്കെ സെറ്റ് ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. മഴ ആയതുകൊണ്ട് ആരുമില്ല. അപ്പൊ നമ്മള് സ്പോട്ട് എത്തിട്ടോ. ഇവിടാണ് നമ്മൾ ടെന്റ് അടിക്കാന്ന് വിചാരിച്ചത്. ഇതിന് പാർക്കൊക്കെ കണ്ടു, ഇവർക്ക് ഇഷ്ടായിട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ സംഭവത്തിൽ വന്നിട്ട് ഇപ്പോൾ ടെന്റ് അടിക്കുന്നത് കേട്ടോ. ഇവിടെ ഏതൊക്കെ ടീംസ് ഇങ്ങനെ ടെന്റ് അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു വസി. അതുകൊണ്ട് നമ്മൾ ഈ ഭാഗം ചൂസ് ചെയ്താ കേട്ടോ. പല പല ഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ ടെന്റ് അടിക്കാൻ പറ്റുന്നതായിട്ടും അല്ലാത്തതായിട്ടും. അപ്പം എല്ലാം നോക്കിയിട്ട് നമ്മൾ ചെയ്യാണ്. നമ്മൾ ടെന്റ് ഇവിടെ സെറ്റ് ആക്കിട്ടോ. ഇവിടെ തന്നെ കുട്ടിയായി കളിക്കാനുണ്ട്. ഇവിടെ തന്നെ ബാത്റൂം ഉണ്ട്. അടിപൊളി. നമ്മൾ കഴിഞ്ഞതിൽ പോയില്ലാറെ ഡബിൾ ഇരട്ടി ചൊറുക്ക. അങ്ങനെ കുട്ടിക്ക് ഇവിടെ നിന്ന് പന്തും കിട്ടിയിരിക്കണ്. ആക്കണേ
ഇപ്പൊ വന്നിട്ട് ഇവന്റെ കോലം നോക്കി മൈ നനഞ്ഞ് വളർത്തി കളിച്ചിട്ട് തണുക്കണില്ല. അപ്പൊ ഇതാക്കണ് നമ്മള് ടെന്റ് ഇവിടെ സെറ്റ് ആക്കിക്കണ്, ചെയറൊക്കെ ഇവിടെ സെറ്റ് ആക്കിക്കണ്. ഇനി കുക്ക് ചെയ്യാല്ലേ സ്റ്റാൻഡ് ഇവിടെ വെച്ചേക്കണ്. ഷെബ് കുക്ക് ചെയ്യണം. ഷെബ് ഇവിടെ കുട്ടികളെ പിന്നാലെയാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ സൈലന്റ് ആയിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ കടലിന്റെ സൗണ്ട് കേൾക്കാം. കണ്ടോ കടലാണ്, അടിപൊളി. കണ്ടോ ഇനി ഇതിന്റെ ഭംഗി അറിയണമെന്നുണ്ടെങ്കിൽ രാവിലെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. രാവിലത്തെ വിഷ്വൽ കാണുമ്പോഴാണ് നിങ്ങൾക്കിത് മനസ്സിലാവുക. വിട്ടാ 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 ഷെബ പോടി പേരുണ്ട് പിടിച്ചോ. മെല്ലെ മെല്ലെ ബാക്കിൽ ഒറ്റമുണ്ട്. പേര് നോക്കടി വരുത്തോ. പോടി കയറ അതിലേ പോകാൻ പറ്റില്ലോ. അവിടെ ആൾക്കാരുണ്ട്. മായ കൂടി ഇല്ല, ഒന്നുകൂടി പൊളിച്ചില്ലേ. മായന്റെ ക്ലൈമറ്റ്. പക്ഷെ അതൊരു രസം. ടെന്റിൽ കടന്നുറങ്ങാനുള്ള സുഖാകാരം. വീട്ടിലും ടെന്റിൽ കടന്നുറങ്ങാൻ സുഖാരം. എങ്ങനെയുണ്ട് ആദ്യ നല്ല ചായ കുടിച്ചു, കോഫി ചായ ഇടണോ. നമ്മളെ വണ്ടി അവിടെ വെച്ച് കിട്ടും. അതീവിന് ആദ്യം കടത്തി ഉറക്കിയിട്ടാണ് ബാക്കി പരിപാടികൾ മുഴുവൻ കേട്ടോ. മൂപ്പാടളകും. ഇത് അടിപൊളിയായിട്ട് നമ്മളെ ടെന്റ് അവിടെ, കുട്ടികൾക്ക് കളിക്കാനൊരു ഏരിയ അല്ലേ. പിന്നെ ബാത്റൂം അവിടെ, അത് പറ്റൂലടി. ഇത് കാരണം കുട്ടികളെ കളിക്കാനുള്ള ഏരിയ, ടെന്റിനായിട്ട് വെച്ച ഏരിയ ആണ്. മറ്റേ കണ്ട മഴ കൊള്ളാതെ ഉണ്ടോ. അടിപൊളി. ബാത്റൂമിന്റെ പ്രശ്നമല്ല അല്ലേ ശുഭോ. ഇത് അടിപൊളി. ബഹ്റൈൻ്റെ അവിടെ പോയപ്പോ ബാത്റൂമിന് പ്രശ്നം ഉണ്ടായിനി, പക്ഷെ ഇവിടെ അതില്ല. സൂപ്പർ കേട്ടോ. പക്ഷെ രാവിലത്തെ കാഴ്ചയായിരുന്നു ശുഭ, അടിപൊളി. ഇനി കുക്ക് ചെയ്യണ്ടേ? എന്തൊക്കെ ശുഭ ഉണ്ടാക്കി കൊടുക്കുന്നത്? പാസ്ത ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒക്കെ കൊണ്ടുവരാം, ഒക്കെ കാണിച്ചു തരാം. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം അല്ലേ. ചായപ്പൊടി, ചായ നമ്മളിങ്ങനെ ഓരോന്ന് സെറ്റപ്പ് ആക്കി കൊണ്ടുവന്നിരിക്കുകയാണ് അല്ലെ. സെറ്റപ്പ് ആക്കി എന്താ പറയാ അല്ല, സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇരിക്കുകയാണ്. ഓരോന്ന് ഞങ്ങളെ ഓരോ ക്യാമ്പിങ്ങിലും ഞങ്ങളെ ഓരോരോ മിസ്റ്റേക്കുകൾ ഞങ്ങൾ നികത്തിക്കൊണ്ടിരിക്കുന്നു അല്ലേ. പാർക്കിൽ പറഞ്ഞുണ്ടാക്കിയൊരു സാധനമാണ് ഇത് കേട്ടോ. കമ്പിക്കൂട് ഇതാക്കണ്. ഇവലെ ഇതിൻ്റെ ഉള്ളിലേ ഇട്ടാണ്ട് സമാധാനമായിട്ട് ഫാമിലിക്ക് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് ചോദിച്ചപ്പോൾ ഒരു കമ്പിക്കൂട് ഉണ്ടാക്കിക്കണം അല്ലേ. കറക്റ്റ് അതിനായിട്ടാണ്, അല്ല വേറെ എന്ത് ഇതാണ് ഇതിന് യൂസ് അല്ലല്ലോ അല്ലേ. ഇനി ഇതിൽ കയറിക്കോളി. കാൽ തട്ടണ്ട. കുട്ടി ചെല്ലും നോക്ക്. ഇത് അടിപൊളി കേട്ടോ. ഇതേമാതിരി വീട്ടിലൊന്നും ഉണ്ടാക്കും. ഷെബോ ഇതൊന്നും വീട്ടിലൊന്നും ഉണ്ടാക്കണേടി. സേഫാണ് നമുക്ക്. ഉരുട്ട് അത് ഉരുട്ട്. ഷെബ് ഉരുട്ട്. ഓഹോയ് 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 ഓഹോയ്. അപ്പൊ ഞങ്ങൾ ടെന്റിലേക്ക് കയറി പാട്ടൊക്കെ ഇട്ട് അവിടെ സെറ്റ് ആയിക്കണ്. ഇപ്പൊ ലേസ് തീറ്റിയിലാണ്. അതെയാ എമ്പടെയാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അധികം ഉറങ്ങിയിട്ട് വേണം കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ. നമ്മളെല്ലാ സാധനവും കൊണ്ട് പോകുന്നത് കേട്ടോ. ഗ്യാസ് സിലിണ്ടർ ഉണ്ട്, പാട്ട് സെറ്റപ്പ് ഉണ്ട്, ഇങ്ങനെ പ്രൊജക്ടർ ആണല്ലോ ഷെബോ. ബാക്കി ഒക്കെ ആയി. ലേസ് ഉണ്ട്. ഷെബു ഞാൻ നോക്കുക. ഇവിടെ ഇങ്ങനെ കാണാൻ പ്രൊജക്ടർ വെച്ച സിനിമ രാത്രി സെറ്റപ്പ്. നമ്മളെ വേണ്ട അടിപൊളി പാട്ട് ഫുൾ സെറ്റപ്പ് ഞങ്ങൾ പോകുന്നത്. അതിക്കുട്ടാ ഇതപ്പോൾ കുളിപ്പിച്ച് കയറ്റിട്ടോട്ടോനെ. അവരപ്പോൾ ഞങ്ങൾ കുളിപ്പിച്ചൊക്കെ കയറ്റി സെറ്റ് ആക്കിയതാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ ഇനി കുക്കിംഗ് ചെയ്യാൻ പോവാണ്. കുക്കിംഗ് അല്ല, കുക്ക് ചെയ്ത് കൊടുന്ന പാസ്ത ചൂടാക്കുകയാണ്. നല്ല റോക്കറ്റാണ്. പക്ഷെ അടിപൊളി പാസ്തയൊക്കെ സെറ്റാക്കി കൊടുക്കുന്ന കേട്ടോ ക്യാമ്പിങ്. യെസ്, ലൈറ്റ് ഇത് അവിടേക്ക് തിരിച്ചിങ്ങനെ വേണ്ട. അടിപൊളി പാസ്ത നമ്മൾ അടുപ്പൊക്കെ അവിടെ സെറ്റാക്കിക്കണേ. ഇത് ചൂടാക്കണം. പിന്നെ ചിക്കൻ ഞങ്ങൾ മസാല തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മെയിനായിട്ട് ക്യാമ്പ് ചെയ്യുന്ന ഏരിയ തന്നെ തോന്നും കേട്ടോ. കാരണം അവിടെ കുറേ സൗദികൾ ടെൻ്റ് അടിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ സ്റ്റേ ചെയ്യണ്ടോയെന്ന് അറിയില്ല. ഞങ്ങൾ പിന്നെ ഫുൾ സ്റ്റേ ഇല്ല സെറ്റപ്പിലാണ് പോന്നിട്ടുള്ളത്. ഉണ്ടോ, ഇത് വേറെ രസം. അല്ല അപ്പോൾ പെരിയ കുക്ക് ചെയ്യാൻ സ്ഥലമായിട്ടല്ല ചെയ്യുമ്പോൾ പ്രത്യേകം തരം വൈബ് ഈ സൗദി അറേബ്യയിൽ. കാരണം മാള് ഈ കോർണിഷ് ഒക്കെ പോയി ചടച്ചു. അപ്പോൾ നമ്മളെ വീക്കെൻഡുകൾ നമ്മളിനി ഇതേമാതിരി പുതിയ സ്പോട്ടുകളിലേക്ക് പോകൂലേ. ചൂടേറിയടി കയറണ്ടോ? തീ കൂട്ടണോ? റാഫി മാമ കൊടുക്ക് പാസ്ത. അങ്ങനെ ചൂടായിട്ടോ സെറ്റ് ആവിക്ക് വരുന്നുണ്ട്.
അങ്ങനെ അങ്ങനെ ഒരുത്ത ബണ്ണോട് പോയിരിക്കണ നോക്കടി. സെർവ് ചെയ്യൂ മാഡം. ഏത് ഒരു സ്പൂൺ ആണെന്നൊന്നുമില്ല. സെറ്റ് താങ്ക് യു. ഓ പൊളി. ഞങ്ങളിത് അങ്ങനെ അടുത്ത സെക്ഷൻ തുടങ്ങിട്ടോ. ഇതെന്താ വെച്ചപ്പോ ഇത് ഞങ്ങൾ പോന്നപ്പോ നമ്മളെ ബീഫ് കബാബ് വാങ്ങിക്കൊണ്ടിരുന്നു കേട്ടോ. ബീഫ് കബാബ് അതാണ് ഇപ്പൊ ചുട്ടോണ്ടിരിക്കുന്നത്. പിന്നെ ചിക്കൻ ഇതാ മസാല തേച്ചോടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. തീറ്റനെ നടക്കണുള്ളൂ ചുപ്പോ കാര്യമായിട്ട് സത്യം തീറ്റെങ്കിൽ നടക്കണുള്ളൂ. ഇത് ഇനി ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് ഇതില്. അപ്പൊ അതാ നമ്മൾ അടുത്ത സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. പൊട്ടാറ്റോ ഫ്രൈ ലൈവ് ആയിട്ട് ഇവിടെ രണ്ടെണ്ണോടെ ഇരുന്ന് കഴിക്കണമുണ്ട്. ഏ മാൻ വേണ്ട രണ്ടോടെ ഇരുന്ന് കഴിക്കണമുണ്ട്. ഷെഫ് ഇവിടെ നല്ല കുക്കിങ്ങിലുമാണ്. അടിപൊളി. സമയം ഇപ്പം തരായോ അങ്ങനെ 10 മണി കേട്ടോ. ആ കഴിച്ചോളി. രണ്ടാളും വേണം ഒരുമിച്ചിരുന്ന് കഴിച്ചു അടി കൂടാതെ. ഞങ്ങളെ ചിക്കൻ ഫ്രൈ ഒക്കെ അവിടെ സെറ്റാക്കി കഴിക്കൽ ഉറങ്ങിക്കണം കേട്ടോ. ഞങ്ങള് സമയം അങ്ങനെ 11 മണി. ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഈ ചോട്ട എൻജോയ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. പുറത്ത് മഴയൊക്കെ ഇങ്ങനെ പെയ്ത് കണ്ട അടി കിട്ടൂട്ടോ പാപ്പനെന്ന്. സെറ്റല്ലേ? ഇനി ഇതൊക്കെ കഴിച്ച് ഇനി കിടക്കണ സെറ്റപ്പ് കൂടി കാണിച്ചു തരാം കേട്ടോ. അല്ലേ പോ. അപ്പൊ അതാ ഞങ്ങളൊക്കെ ഉറങ്ങാൻ കടന്നു കേട്ടോ. മറ്റൊരാളോ പൊരിഞ്ഞ അടിയാണ്, യുദ്ധത്തിലാണ്. നമ്മളെ തിരക്കില് ഞങ്ങളെ സാധനങ്ങളൊക്കെ ഈ ഭാഗത്ത് ഒതുക്കിയിട്ട് ഞങ്ങൾ സുഖമായിട്ട് കിടക്കണം കേട്ടോ. ഇത് ഞങ്ങളെ എന്താ ബെഡ് കണ്ടാ. ഇതാണ് ഞങ്ങളെ ബെഡ്. ഇത് ഇതേമാതിരി സിബിട്ട് മടക്കിയ റോളാവൂല്ലേ ചെപ്പോ. നാളെ കാണിച്ചു തരണ്ട്. ഇവിടെ എന്താ ഇത് ഞങ്ങളെ പുതപ്പ്. ഇതും ഇതേമാതിരി സിബ. ഇതും സിബാണ് റോളാവും. നാളെ കാണിച്ചു തരണ്ട് ഇതൊക്കെ. ഇത് ഞങ്ങളെ ലൈറ്റ് ആണ്. ലൈറ്റ് റിമോട്ട് കൺട്രോൾ ആണ്. ഫാൻ ഉണ്ട്. അതിനിവിടെ അടി ഇറക്കാണ്. കടിച്ച് അടി ഇതൊക്കെ അങ്ങനെ കടിച്ചണ്ട. ഓക്കെ റാഫിനെ അങ്ങനെ അങ്ങനെ ചെറുത് കണ്ടോ. പിന്നെന്താ ഇത് കണ്ടോ, ലോക്ക് ഇട്ടു. 2 ലോക്കാണ്. ഇതിനുള്ളിൽ ഇനി എന്ത് സംഭവിച്ചാലും അല്ല ആർക്കും ഇത് കയറാൻ ആക്സസ് ഇല്ല. നമ്മള് തുറക്കാതെ കഴിയൂല. കാരണം ഇതിനുള്ളിൽ 2 ലോക്ക് ഇട്ടു നമ്മള് കണ്ടോ. പിന്നെ നമ്മളെ ഫാൻ കണ്ട റിമോട്ട്. ഇതുമ്മേ ലൈറ്റ് ഓഫ് ആക്കാം കണ്ടോ. ഇപ്പൊ ഓഫായി ലൈറ്റ്. ഇതുമ്മേ ഓൺ ആക്കാം. വള്ളക്കുപ്പിയോട് എറിയണോക്കെ ആക്കണേ. ചോട്ട ഉറങ്ങി നീച്ചിക്കാണേ. അപ്പൊ ഗുഡ് നൈറ്റ് ആണ് എല്ലാരും. ഗുഡ് നൈറ്റ്. അപ്പൊ ഞാൻ രാവിലെ നീച്ചിട്ട് കാണാം. അപ്പൊ ഓക്കെ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അവിടെ വന്നിട്ടാണ് കൊച്ചിനൊക്കെ ഇങ്ങനെ കാണുന്നത്. ആദ്യമായിട്ടാണോ കൊച്ചിനെ കാണുന്നത്. മീൻ പിടിച്ചതൊക്കെ അപ്പുറത്ത് ചൂണ്ടക്കാരും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ. അവിടെ പോണ കൊച്ചിന്റെ പിന്നാലെയാണ് ഈ കാക്കകളൊക്കെ പോണ കണ്ടോ. അവിടെ മീൻ പിടുത്തക്കാരുണ്ട്. പിന്നെ നമ്മൾ മാത്രമല്ല കേട്ടോ, വേറൊരു ഫാമിലി കൂടി ഉണ്ട് അവിടെ. ടെൻ്റ് അടിച്ചിട്ടുണ്ട്. എന്നാലും മഴ ആയതുകൊണ്ടാണ് ആരും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ രാവിലെ ആയപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു ഫാമിലി അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ വേറെ ഫാമിലി കൂടി അവിടെ ഉണ്ട് കേട്ടോ. അവിടെ ടെൻ്റ് അടിച്ചിട്ടുണ്ട്. അവിടെ ടെൻ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കണ്ടോ വെള്ളത്തിന്റെ കളറ് അടിപൊളി. ഓ നല്ലോ തണുപ്പ് കേട്ടോ. നല്ല തണുപ്പ് അല്ലേ. ജസ്റ്റ് ചാടാൻ പറ്റിയ വെള്ളം ഇവിടെ ഇറങ്ങാം. കാരണം കല്ലാണ് കേട്ടോ. അതായത് ഇവിടെ ഇറങ്ങാം. വൃത്തിയാണ്, മണലാവൂല കണ്ടോ. അടിപൊളിയായിട്ട് ഇവിടെ ഇറങ്ങി കുളിച്ചു പോവാ. അങ്ങനെ മറ്റോളെ നീച്ചു വന്നാണ്ടോളെ ഡ്യൂട്ടി തുടങ്ങി വീണ്ടും. അങ്ങനെ ഞങ്ങളെ പുതിയ പാത്രങ്ങളൊക്കെ ഉദ്ഘാടനം വരട്ടെ. ആ അതിൽ ചായ കുടിച്ചിട്ടുണ്ട്. പാല് കുടിച്ചാനല്ല അവിടെ. മറ്റോ പാല് കുടിച്ചാലാണ്. രാവിലെ തന്നെ ഒരു പാലത്തിന് കുടിച്ചോളൂ. പാല് കുടിച്ചോളൂ. അല്ല
ചോദിച്ചോ ചായ കുടിച്ചാനാ ഞങ്ങക്ക് ചെന്ന് പോയ ചായ കുടിച്ചിട്ട് പാല് കുടിച്ചു ചായ കുടിച്ചതല്ല പാല് പക്ഷെ പറഞ്ഞ എന്റെ ശീലങ്ങളെ എനിക്ക് മാറ്റാൻ പറ്റില്ല. സമയം നോക്കാൻ വാച്ചൊക്കെ ഇന്നലെ ഓഫായി പോയി. എടി എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ ഞങ്ങളുടെ പാല് കാച്ചിലും കഴിഞ്ഞു. പാല് കാച്ചിലും കഴിഞ്ഞ് ചായ കാച്ചലല്ല പാറ്റില്ല. ഞാൻ ഒരു ചായയും കുടിച്ച് മധുരം വേണ്ട. ഓ ബീലബന്ധം തന്നെ കുഴപ്പമില്ല. ഒക്കെ ഓഫ് ചെയ്തോ. തിരിച്ചു പഠിച്ചോ. യെസ് എല്ലാം സെറ്റ്. കയ്യൊക്കെ വരികത്ത് പാറുമല്ല പാറും. പിന്നെ അത് അത്ര മധുരം മതി, ഓവർ മധുരം വേണ്ട, അത്ര ചായ മതി. ശരിപ്പോ ഓരോരുത്തർ ഇതിങ്ങനെ അടുത്ത് ഇങ്ങനെ സ്റ്റാറ്റസ് ഇടുമ്പോ വാ എന്നൊക്കെ പറഞ്ഞ സ്റ്റാറ്റസ് ഇടുമ്പോ പക്ഷെ റിയാലിറ്റി ഇപ്പൊ കണ്ടില്ലേ ഇത് എങ്ങനെ ഇപ്പൊ ഇങ്ങനെ ആയതെന്നുള്ളത്. ആടി മധുരണ്ടടി സെറ്റ്. ഓൽക്ക് എന്തൊക്കെ കുറ്റിയനിച്ച കസേരക്ക് അറിയോ? നമ്മളെ ക്യാമ്പിങ് കാര്യങ്ങളൊക്കെ ഫുള്ള് വണ്ടിയിൽ കയറ്റിയിട്ട് ഞങ്ങൾ നേരത്തെ വന്നില്ലേ ആ തെളിഞ്ഞ വെള്ളത്തേക്ക് പോന്നിക്കാണ്. ഷെബൂറ്റൊക്കെ കണ്ടിട്ടില്ലല്ലോ, ഓരോ കുറഞ്ഞേനി. അപ്പോൾ ചായക്കെട്ട് കുടിച്ച് വണ്ടി ഫുള്ളി ലോഡാക്കിയിട്ടാ. ആ വണ്ടി സെക്യൂരിറ്റിക്കാർ പോണേനെ. ആ സെക്യൂരിറ്റിക്കാർ 24 hours ഇവിടെ ഉണ്ട്, ഒരു സെക്യൂരിറ്റി ടീം. ഞാൻ വീഡിയോസ് എടുത്തീന്. അപ്പോൾ ഓല് ഇങ്ങോട്ട് പറഞ്ഞു ഞങ്ങളെ ഉൾപ്പെടുത്തരുത്, അല്ലാതെ വീഡിയോസ് എടുത്താൽ മതിട്ടോ എന്നൊക്കെ പറഞ്ഞു എന്നോട്. കാരണം ഓലെ ഒരു ഇത് വേണ്ടിട്ടോ. ഞാൻ പറഞ്ഞില്ല ആ ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ടോളാം പറഞ്ഞു. അപ്പോൾ ഇവിടെ 24 hours സെക്യൂരിറ്റീസ് ഉണ്ട് കേട്ടോ നമ്മളെ വണ്ടിക്ക് നോക്കാം. കണ്ട പോലെ വണ്ടിയൊക്കെ ഇതിലെ പോയ അടയാളങ്ങൾ കാണുന്നുണ്ടാവും. ഉണ്ട് അവിടെയൊക്കെ അങ്ങനെ ഷെബൂറ്റും വരുന്നത്. ഇതാണ് ഈ ഏരിയ. ഉണ്ടോ കുഞ്ഞാ ഉറുമ്പ് നോക്കണ്ട വാ. അതും എങ്ങനുണ്ട്? സൂപ്പറാ. ഇവിടെ അടിപൊളി കേട്ടോ, ക്ലൈമറ്റും അടിപൊളിയാ. ഓഹോയ് ഓഹോയ് കടലിൽ ചാടിക്കഴിഞ്ഞാലേ അവസ്ഥ ഇതാകരം പേര് നോക്കി. എല്ലാ അമ്മമാരുടെ അവസ്ഥ ഇതാക്കാറല്ലേ ആക്കണ്. ഓഹോയ് കടലിൽ ചാടണ നല്ല രസമാണ്, പക്ഷേ ഈ ഒരു കൊണ്ടറിൽ വലിയ രസമല്ലേ ചുവോ. അപ്പോൾ ഞങ്ങൾ ചാട്ടം കഴിഞ്ഞ് ഇനി പോവാട്ടോ. ഇനി പള്ളിക്ക് അവിടെ എത്തണം. ഇപ്പം സമയം 9:30 ആയി. മറ്റൊരു നിലത്തിറക്കാൻ പറ്റില്ല കാരണം മണലാണ്. വണ്ടി ഫുള്ള് ലോഡായി. റാഫി വെള്ളം പാരാൻ കാൽമേൽ കയറണ്ട. അങ്ങനെ കസേരയാണ് പോകുന്നത് കേട്ടോ. വണ്ടി തുറന്നതാണ്, കസേരയാണ് പോകുന്നത് കേട്ടോ. വണ്ടി നോക്കി ഫുൾ ലോഡാ. അപ്പോൾ പോലെ അപ്പോൾ നമ്മളെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ കമൻറ്റ്. അടുത്ത നല്ലൊരു ക്യാമ്പിംഗ് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ ശബോ, നമ്മൾ വിത്ത് ഫാമിലി കൊടുക്കാൻ പോരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ ബൈ. എന്താ ചുറുക്കൊക്കെ റാഫിയല്ലേ ശബോ. യോ എന്തോ ഭംഗി. നമ്മളിപ്പോ വന്ന റോഡാട്ടെ കാണുന്നത്. ഇല്ല കൃഷിയാടാ, ഫ്ലവേഴ്സാണ് ഒക്കെ ശേഷം എന്തോ ഒരു ഭംഗി. ആസ്തിനൂറിൽ പ്രത്യേകതരം അതിൽ പോകാൻ പറ്റില്ല. ബോട്ടൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. പപ്പോടുണ്ട് പോയോണ്ടൊക്കെയാണ്. പാട്ട് റാഫി പാട്ട് കൊടുത്തടാ. പാട്ടൊക്കെ ഇട്ടരാ.